2021 മുതൽ 2026 വരെ 14 ഡിഗ്രി പ്രിലിംസ് എക്സാം ആണ് ആകെ നടന്നത്. അതിൽ ഇന്ന് നടന്ന പരീക്ഷയുടെ പ്രത്യേകത കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. മാത്രമല്ല ഇതുവരെ പ്യുവർ ആയിട്ട് ഒരു കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു, അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നുവെങ്കിൽ ഇന്ന് ആ എക്സാമിന്റെ പാറ്റേൺ മൊത്തത്തിൽ അങ്ങ് മാറി. ആദ്യമായിട്ട് ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാം ഒരു 5 വർഷത്തിന് ശേഷം ഒരു പാറ്റേൺ മാറി വന്നു, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എത്ര കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം, മാത്രമല്ല രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം ഇവരൊക്കെ എങ്ങനെ കരുതിയിരിക്കണം, എന്തായിരിക്കണം ഇനി അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ എല്ലാവരും ഞാൻ സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോണ്ടന്റ്സ് മാത്രം കിട്ടിയിരിക്കും, ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല, എപ്പോഴും മികച്ചത് മാത്രം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാമിനെ പറ്റി പൊതുവേ നമുക്ക് പറയാൻ പറ്റുന്നത് നോർമലി വന്നിരുന്ന ഒരു പാറ്റേൺ സാറ് പറഞ്ഞതുപോലെ ബ്രേക്ക് ആയി എന്നുള്ളതാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോർ ടോപ്പിക്കാണ്. 5 മാർക്കിന്റെ ഉറപ്പായിട്ടും ഒരു പരീക്ഷയ്ക്ക് എന്തായാലും വരുമെന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നേരിട്ട് ചോദിച്ചിട്ടില്ല. ആ പടം മിന്റോ മോർലിയുമായി ബന്ധപ്പെട്ട 1909 ഒരു ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് കുട്ടികളെ ഒന്ന് വണ്ടടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. പക്ഷെ അതേസമയം തന്നെ ഇപ്പം ജോഗ്രഫി ആണെങ്കിലും കുറച്ചൊന്ന് ഡിഫറെന്റ് വേയിൽ ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആൻസറും ഇല്ല. ആ രീതിയിൽ അവിടെയും ക്വസ്റ്റ്യൻ വന്നു. അപ്പം മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഒന്ന് വളഞ്ഞു ചുറ്റി ചോദിക്കുന്ന രീതിയിലേക്ക് PSC മാറുന്നുണ്ട്. നല്ലതാണ്, കാരണം 3 ഫേസിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പാറ്റേൺ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, 3 ഫേസുകളിലും ഇതേ നിലവാരം തുടരണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി സെക്കൻഡ് സ്റ്റേജിൽ കയറി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇടും, എന്നിട്ട് തേർഡ് സ്റ്റേജ് ഇതിലും വലിയ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അപ്പം 3 നിലവാരമാകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള നോർമലൈസേഷൻ അവിടെ നടന്നില്ല എങ്കിൽ കുട്ടികളെ അത് ബുദ്ധിമുട്ടിലേക്ക് ആക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അതായത് ഇന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാം നമുക്ക് ഒരു ലോജിക്ക് വെച്ച് നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം. അല്ലാതെ ഒരു കോർ ടോപ്പിക്ക് പഠിച്ചിട്ട് പോയി ഒരു ബുജിക്ക് ഒരിക്കലും ചിലപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ലോജിക് ഉണ്ട്, ആ ലോജിക്കിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, എക്സാം നന്നായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സത്യത്തില് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇന്നത്തെ മാരത്തോണിൽ ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ എങ്ങനെയാണ് മക്കളെ PSC ചിന്തിക്കുന്നത്. ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അതിന്റെ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ആ സെഷൻ കണ്ടിട്ട് പോയ കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു പ്രയോജനം കിട്ടിക്കാണും. ഓക്കെ മക്കളെ, PSC ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നല്ല പ്രിലിംസിൽ. മറിച്ച് PSC നോക്കുന്നത് എങ്ങനെയാണ്, ഇവർക്ക് ഈ പ്രഷറിൽ ഈ 100 ക്വസ്റ്റ്യനെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു, ഇതാണ് PSC നോക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമുക്കൊരു 37 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. GK ആണെങ്കിൽ പകുതി ക്വസ്റ്റ്യൻസ് എടുത്തോ, 25 ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ളതായിരിക്കും, പഠിച്ചതായിരിക്കും. ആ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ ഏതാണ്ട് 62 മാർക്കായി, സേഫ് ആണ്, നമ്മൾ പ്രിലിംസ് ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റും. ഇതാണ് യഥാർത്ഥത്തിൽ സ്ട്രാറ്റജി. അല്ലാതെ നമ്മളെല്ലാം പഠിച്ച സാധനങ്ങൾ മൊത്തം വരും, അങ്ങനെ ഒന്നുമല്ല. അപ്പൊ PSC ചിന്തിക്കുന്നത് എന്താണ്, ഈ ചുരുങ്ങിയ സമയത്തിൽ ഈ കുട്ടിക്ക് എങ്ങനെ ഈ എഫക്റ്റീവ് ആയിട്ട് പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, ഇതാണ് PSC നോക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് പോയിട്ട്. ഇപ്പൊ സെക്കൻഡ് ഫേസ് ആയിക്കോട്ടെ, തേർഡ് ഫേസ് ആയിക്കോട്ടെ, അവർക്കുള്ള ഒരു പാഠമാണിത്. അല്ലാതെ ഫുള്ള് നമ്മൾ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ നമ്മൾ പഠിച്ച് നമുക്ക് അവിടെ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചതൊന്നും ഒരു അർത്ഥമില്ലാതായി പോകും. ഓക്കെ, ഇനി നമ്മൾ എക്സാമിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം ജോഗ്രഫി തന്നെ എടുക്കുകയാണ്. ഇപ്പൊ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 7ഓളം ക്വസ്റ്റ്യൻസ് വന്നു. അതിനകത്തൊരു 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റിനകത്ത് അതിന്റെ ആൻസർ ഇല്ല. സോ ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം? എക്കണോമിക്സിലെ ചോദ്യങ്ങൾ ആക്ച്വലി നല്ല ചോദ്യങ്ങളാണ്, അത്യാവശ്യം നിലവാരമുള്ള നല്ല ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മൾ പറഞ്ഞിട്ടുള്ള, അതായത് വരുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് നേരിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നോക്കിപ്പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം ഏകദേശം 6 ചോദ്യങ്ങളോളം എക്കണോമിക്സിലുണ്ട്. എനിക്കൊന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ ചോദ്യങ്ങൾ കുറച്ചിട്ട് ഇല്ലാതിരുന്നിട്ട് ജോഗ്രഫിയിലും എക്കണോമിക്സിലൊക്കെ ചോദ്യങ്ങളെണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പം സിവിക്സിലൊക്കെ ചോദ്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അതെ, അപ്പൊ ഇവിടെ ഒരു 6 ചോദ്യങ്ങളുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും 4 മാർക്ക് എക്കണോമിക്സിൽ പ്യുവർലി, അതായത് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടെന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിന്റെ നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇനി പുറകെ വരും. ഇത് പറഞ്ഞിട്ടുള്ളതാണോ, നമ്മളിൽ നിന്ന് തള്ളുകയാണോ എന്നുള്ള കാര്യം ഉറപ്പിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് നാഷണൽ ഇൻകത്തിൽ നിന്ന് ഒരു ചോദ്യം വന്നു. അത് നേരിട്ട് നോക്കിയാൽ അതിന് ഉത്തരം പെട്ടെന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അതിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയുമെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് നിന്ന് മാർക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് RBIയിൽ നിന്നൊരു ചോദ്യം വന്നത്. നമ്മുടെ എന്താണ് ഗ്രീൻ റെവല്യൂഷനിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നേരിട്ട് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ
അതിൽ നിന്ന് 4 മാർക്ക് ഉറപ്പിക്കാം. ആണ്. ഇനി അവിടെ തന്നെ നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണ്. ഹിസ്റ്ററിയിൽ ഏതാണ്ട് 10 ചോദ്യത്തിനടുത്ത് ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹിസ്റ്ററിയിലും ചില ചോദ്യങ്ങൾ അത്യാവശ്യം എളുപ്പമായി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചില ചോദ്യങ്ങൾ കുറേ സമയം നമ്മുടെ എടുക്കുന്നതാണെന്ന് തോന്നിപ്പോയി. ഉദാഹരണമായിട്ട് ജനന വർഷത്തിനനുസരിച്ച് ക്രമീകരിക്കുക, വൈകുണ്ഠസ്വാമികൾ മറ്റേ അങ്ങനെ മൗലവിയുടെ ചോദ്യം, അങ്ങനെ കുറച്ച് ആളുകളുടെ പേര് തന്നിട്ട് അവരുടെ ജനന തീയതിക്ക് അനുസരിച്ച് ക്രമീകരിക്കാം. ഈ ചോദ്യം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 പേരുടെ ചിലപ്പോൾ അറിയായിരിക്കും, ബാക്കിയുള്ളവരുടെ ഒരിക്കലും നമ്മൾ പഠിച്ചു വെക്കുന്നില്ല. അപ്പൊ കൺഫ്യൂഷൻ ആവും, മാർക്ക് നമ്മുടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ സമയം കൊല്ലുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് 1-2 ചോദ്യങ്ങൾ ഒരു വലിയ എസ്സേ ഉണ്ടായിരുന്നു. അത് എനിക്കൊന്ന് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഭാഗത്തു നിന്നാണ്. അത് വായിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ കുറെ അധികം സമയം പോയി കിട്ടും. അപ്പം അവിടെ കൃത്യമായിട്ട് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് എങ്ങനെ ഇതിനെ ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്തു. ചില ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക തന്നെ വേണമെന്ന് ഈ ഒരു ചോദ്യ പേപ്പർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് മലയാളം മാത്സിലേക്ക് വന്നാലും ഇനി IT കൂടെ പറഞ്ഞു പോവാം. IT നോക്കുകയാണെങ്കിൽ ഒരു പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു 2 ക്വസ്റ്റ്യനൊക്കെ ഒരു ഗുഡ് അറ്റംപ്റ്റ് നമുക്ക് പറയാൻ പറ്റും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അടുത്ത ഇംഗ്ലീഷ് മാത്സ് മലയാളം. ഞാൻ എപ്പോഴും പറയുന്നതാണ് മക്കളെ, ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒരിക്കലും കടുപ്പിക്കത്തില്ല, ആവറേജ് റേഞ്ചിലെ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അപ്പോൾ മാത്സ് നോക്കുകയാണെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ഫുള്ള് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വേറെ പുതുതായിട്ട് വലിയ പാടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ മലയാളം നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് മലയാളം നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒരു ഗുഡ് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റുന്നത്. അപ്പൊ ഒരു 35 മാർക്കൊക്കെ നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് പഠിക്കുന്ന ഒരു കുട്ടിക്ക്. ഞാനിപ്പോ ഇന്നലെ പോയ ഒരു കുട്ടിക്ക് 35 മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഇതിനെ താത്വികമായിട്ടും അലവലപോലും ചെയ്യുന്നില്ല, മറിച്ച് ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അവിടെ നമുക്കൊരു 35 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി GK ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു 26 ക്വസ്റ്റ്യൻസ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ, അവിടെയും ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ, പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ഒരു 26 മാർക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ 35 + 26 ഏതാണ്ട് 61 മാർക്ക്. അപ്പൊ 61 മാർക്ക് നമുക്കൊരു സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. പക്ഷേ ഇനി ഇതിന്റെ നെഗറ്റീവ്സിലേക്ക് വരാം. ഓക്കെ, ഈ 61 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രഷർ നമ്മൾ ഉറപ്പായിട്ട് നോക്കണം. ആ ഒരു എക്സാം നമുക്ക് പുറത്തിരുന്ന് എന്ത് വേണോ നമുക്ക് വിസിലടിക്കാം. കാര്യം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. നമുക്ക് 1.25 മണിക്കൂറാണ് ഇവിടെ ഇരുന്ന് എല്ലാം അനലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്കൊക്കെ കുഴപ്പമില്ല, ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന കുട്ടി എന്ന് വെച്ചാൽ അവന്റെ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ പുള്ളിയുടെ കിളി ആദ്യം ഒന്ന് പോകും. ഇത് മാത്രമല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു പ്രതികൂലമായി നിൽക്കുകയാണ്. അപ്പം ഈ ചൂട് കൊണ്ടിട്ടാണ് എക്സാമുകളിലോട്ടൊരു കുട്ടി വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് മെമ്മറി വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ പാടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എന്താ പറയുക, ഒരു 6-7 മാർക്കൊക്കെ നമുക്ക് അവിടെ നിന്ന് കുറയ്ക്കാം. ഇപ്പൊ ഞാൻ പറയുന്ന അറ്റംപ്റ്റ് ആണ്, അല്ലാതെ കട്ട് ഓഫ് അല്ല. ഇപ്പൊ കട്ട് ഓഫ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 39, 43 അതൊക്കെയാണ് കട്ട് ഓഫ് പോകുന്നത്. പക്ഷെ ഇപ്പൊ അത്രയും താഴുമെന്നുള്ള ഒരു അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷെ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രത്യേകത ഒരു 4000-ലധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാം അത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ഈ അനലൈസ് ചെയ്യുന്നത് അത് എന്തിന്റെ ബേസിസിലാണെന്ന് വെച്ചാൽ ഇതുവരെയുള്ള നമ്മുടെ അനാലിസിസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ കട്ട് ഓഫ് ഒക്കെ കൃത്യമായിരുന്നു. മാത്രമല്ല റിസൾട്ട് നോക്കുകയാണെങ്കിലും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഇപ്പോ വന്ന ഡിഗ്രി ലെവൽ എക്സാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം റിസൾട്ട് ഉണ്ടായത്. 150-ലധികം കുട്ടികൾ, അത് സൂപ്പർ നോട്ട്സിന് മാത്രമാണ്. ഓക്കെ, അപ്പോ ആ ബേസിസിനാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഒരു ഇത് മാറാൻ കേട്ടോ, നമ്മളിപ്പോ ഡിസ്ക്ലൈമറോട് വേണമെങ്കിൽ പറയാം. കാരണം സെക്കൻഡ് ഫേസും തേർഡ് ഫേസും നടന്നിട്ടില്ല. സെക്കൻഡ് ഫേസും തേർഡ് ഫേസും നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ഫേസിന്റെ ഒരൊറ്റ എക്സാമിന്റെ ബേസിലാണ്. ചിലപ്പോൾ സെക്കൻഡ് ഫേസ് എളുപ്പമാക്കിയേക്കാം, ചിലത് പാടാക്കിയേക്കാം, അങ്ങനെയൊക്കെ PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. നമ്മൾ ഫസ്റ്റ് ഫേസിന്റെ നിലവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വെച്ചിട്ടാണ് ഈ കട്ട് ഓഫിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും നിയമനം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു 42-52 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 10 മാർക്ക് ബാൻഡ് വിത്ത് എന്തായാലും പ്രതീക്ഷിക്കാം. തീർച്ചയായും ഒരു 42-52 നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ കുറച്ച് വേക്കൻസി മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. മാക്സിമം പോയാൽ ഒരു 300 അഡ്വൈസ് വരെ മാത്രമേ നടക്കത്തുള്ളൂ. സോ ഒരു 48 പ്ലസ് ഒക്കെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. 45-ന് മുകളിൽ എന്തായാലും 45-ന് മുകളിൽ എന്തായാലും നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രതീക്ഷിക്കാം. സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെയാണ്, ഒരു 48 പ്ലസ് സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ. കാര്യം അവിടെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒരുപാട് കുട്ടികളുടെ എക്സാം എഴുതുന്നുണ്ടാവും, താഴെ എനിക്ക് തോന്നുന്നു കമന്റ്സ് നെഗറ്റീവായിട്ട് വരാം. പക്ഷെ എന്നാലും പറയാം നമുക്ക്, ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ ഇപ്പൊ നടക്കത്തുള്ളൂ. പഴയ പോലെയൊന്നുമല്ല, വളരെ കുറച്ച് അഡ്വൈസ് മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു 48 പ്ലസ് ഒക്കെ നമുക്ക് ഇവിടെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 55 പ്ലസ്, ഉറപ്പായിട്ടും 55 പ്ലസ് ഒക്കെ കട്ട് ഓഫ് നമുക്ക് ആ എക്സാംസിൽ പ്രതീക്ഷിക്കാൻ പറ്റും. കാര്യം അവിടെയും വളരെ കുറച്ച് വേക്കൻസി മാത്രമേ അതിനകത്ത് ഫിൽ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾ മെയിൻസിന് വേണ്ടി നിങ്ങൾ
പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും തുടങ്ങിയാലേ നമുക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. നിങ്ങളിപ്പോ 70 മാർക്ക് മേടിച്ചാലോ 80 മാർക്ക് മേടിച്ചാലോ അല്ലെങ്കിൽ 50+ മേടിച്ചാൽ പോലും അതിനൊന്നും അത് ബാധിക്കത്തില്ല. എപ്പോഴും ഓരോ മാർക്കും നമ്മൾ റാങ്ക് നിർണ്ണയിക്കുന്നത് മെയിൻസിന്റെ എക്സാമിന്റെ മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ മെയിൻസ് ആണല്ല, പ്രിലിംസ് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രം, ഒരു എൻട്രൻസ് എക്സാം. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അതിന്റെ മാർക്കൊന്നും കൗണ്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മെയിൻസ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. എനിക്കറിയാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രിലിംസ് പാസ്സാകുമോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാണാൻ വഴിയില്ല. പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അല്ലാതെ കഴിഞ്ഞ ആഴ്ച പഠിച്ചു തുടങ്ങി അവരുടെ ലക്ക് പരീക്ഷിക്കാൻ പോയ ആൾക്കാരെ ഞാൻ പറയുന്നില്ല. നന്നായിട്ട് പഠിച്ചിട്ട് പോയൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് കാര്യം നമ്മൾ ഈ പറയുന്നത് സൂപ്പർ നോട്ട്സിൽ നമുക്ക് ഏറ്റവും അധികം കുട്ടികളുടെ ഡിഗ്രി ലെവൽ ബാച്ചാണ്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ എക്സാം ആയിട്ട് അവരുടെ റിപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രിലിംസ് അവർക്ക് പാസ്സാവും, അവർക്ക് ഒരു പേടിയോ ഒന്നുമില്ല. അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന മെയിൻസ് എക്സാം, എങ്ങനെ ജോലി മേടിക്കാം, എങ്ങനെ മേലിലോട്ട് കയറി വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിൻസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. ഇനി വേറെ ഒന്നും ആലോചിക്കേണ്ട, അങ്ങ് തുടങ്ങിക്കോ, എല്ലാം സെറ്റ് ആവും. ഓക്കെ, അവിടെ ഒരു ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഒരു മിസ്റ്റേക്ക് കൂടെ പറയാം. അതായത് ഇപ്പൊ എക്സാം കഴിഞ്ഞു, പ്രിലിംസ് കഴിഞ്ഞു, ഒരു ബ്രിമ്മിൽ നിൽക്കാൻ ചാൻസ് ഉള്ള കുട്ടികളാണ് പഠനം ഇനി എന്ത് ചെയ്യാൻ തുടങ്ങാത്തത്. പഠിക്കണോ വേണ്ടയോ എന്നുള്ള ആശങ്കയിൽ കുറെ സമയം പോകും. ഇനി ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ആയിരിക്കും ഒരു പഠിച്ചു തുടങ്ങി. അപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ മെയിൻസിന് കാണുള്ളൂ. ഉറപ്പായിട്ടും അവർ പിന്നോട്ട് പോകും. പക്ഷേ ഈ ഒരു ടൈം, അതായത് ഈ വാല്യുബിൾ ടൈം അവർ പ്രോപ്പറായിട്ടൊന്ന് പ്രയോജനപ്പെടുത്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് അവർക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം അതിനുള്ള സമയം ഇപ്പൊ തൊട്ടാണെങ്കിൽ അവരുടെ മുന്നിലുണ്ട്. സെക്കൻഡ് ഫേസും തേർഡ് ഫേസും അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഫേസ് കഴിയുന്നതേ ഉള്ളൂ. ഒരു സെപ്റ്റംബർ മാസം വരെ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് പഠിച്ചു പോകാൻ സമയമുണ്ട്. സിലബസിനെ കുറിച്ചിട്ട് ഒരു പേടി വേണ്ട. നമുക്ക് മുൻ സിലബസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സിലബസിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇനിയും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസ് ഏതാണ്, നിങ്ങൾ ഏത് സിലബസിനെ ഫോക്കസ് ചെയ്താണ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് വരും. അപ്പോൾ അത് കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഒരിക്കലും നിങ്ങളൊരു ബ്രേക്ക് എടുക്കരുത്. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മക്കളെ ഭയങ്കരമായിട്ടുള്ള മടുപ്പ് ഫീൽ ചെയ്യും. ഇപ്പൊ നിങ്ങൾ തീയായിട്ട് നിൽക്കുകയാണ്. ആ തീയിൽ നാളെ മുതൽ വീണ്ടും എന്ത് ചെയ്യുക, ഇന്നൊരു ദിവസം നിങ്ങൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക, നാളെ മുതൽ വീണ്ടും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇനിയും ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് നിങ്ങൾ നല്ല മാർക്ക് താഴെയാണ്, അതായത് ഫസ്റ്റ് പ്രിലിംസ് എഴുതി, പക്ഷേ ഞങ്ങൾ ഈ പറഞ്ഞ മാർക്കിലോട്ട് ഒന്നും എത്തിയില്ല, അത്യാവശ്യം നല്ല മാർക്ക് താഴെയാണെങ്കിൽ അവിടെയും എനിക്കൊരു കാര്യം പറയാനുള്ളത്, മക്കളെ നിങ്ങൾക്ക് അടുത്ത LD വരുന്നുണ്ട്. ആ LD നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലെ, തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക. LDക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ ഉഴപ്പരുത്, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകരുത്. LDക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതി. കുറെ കുട്ടികൾ നിങ്ങളെ വിളിച്ചു പറഞ്ഞു, ഒരുപാട് കുട്ടികൾ വിളിച്ചു പറഞ്ഞു നന്നായിട്ട് എഴുതാൻ പറ്റി. പ്രിലിംസ് എന്തായാലും അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് താഴെ കമന്റ് ബോക്സിൽ ഇട്ടോ, ഉറപ്പായിട്ടും നമുക്കതൊരു ഹെൽപ്പ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ, കൂടെ ഉണ്ട്.